നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെന്തു വന്ന് ചോദിച്ചാലും അവിടുന്ന് ഖുദ് എന്ന് പറഞ്ഞ് അത് എടുത്തു കൊടുക്കുമായിരുന്നു, ഒന്നൊരു നോ പറയുമായിരുന്നു. ഇപ്പോൾ ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഒരിക്കൽ ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തിട്ട്, നബിയെ, ഇത് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അങ്ങ് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് ഒരു വസ്ത്രത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു. നബി അകത്ത് പോയി അത് ധരിച്ചിട്ട് പുറത്തേക്ക് വന്നു. സഹാബാക്കൾ പറയാം, ആ വസ്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതാണ് റസൂലേ, ഇത് നല്ല ഭംഗിയുള്ള വസ്ത്രമാണല്ലോ, ഇതെനിക്ക് തരുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊന്നും പറയാതെ നഅം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി ആ വസ്ത്രം അഴിച്ച് അത് മടക്കി വെച്ച് ആ സഹോദരന് കൊണ്ട് കൊടുത്തു. ബാക്കിയുള്ള ആളുകളൊക്കെ അയാളെ കുറ്റപ്പെടുത്തി, നീ ചെയ്തത് ഒരിക്കലും ശരിയായില്ല, നിനക്കറിയില്ലേ റസൂലുള്ളാഹിനോട് ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിമിതങ്ങൾ അയാളെ തള്ളിക്കളയില്ല എന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്തിനാണ് നീ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് അയാൾ കുറ്റപ്പെടുത്തി. അപ്പോൾ നിറകണ്ണുകളും അയാൾ പറഞ്ഞു, ഞാൻ ഒരൊറ്റ ഉദ്ദേശത്തിൻ്റെ പേരിൽ മാത്രമാണ് ആ വസ്ത്രം ചോദിച്ചത്. അള്ളാഹുവാണ് ആ വസ്ത്രം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഫനാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുബാറക്കായ ശരീരത്തിൽ പറ്റിച്ചേർന്നിരുന്ന ആ വസ്ത്രം എനിക്ക് കഫം പുടവയായി കിട്ടുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റെന്താണുള്ളത് എന്ന് ആ സഹോദരൻ പറഞ്ഞു. ബുഖാരിയിൽ തന്നെ കാണാം, ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കഫൻ ഈ വസ്ത്രമായിരുന്നു. സലവാത്തു റബ്ബി വസലാമുഹു അലൈഹി.